ഭിന്നശേഷിക്കാരായിട്ടുള്ളവർക്ക് വാഹനങ്ങൾ സ്വയം ഓടിക്കാൻ സാധിക്കുമോ? വീൽചെയർ ഉപയോഗിക്കുന്നവർക്ക് വീൽചെയറിൽ തന്നെ വാഹനത്തിൽ പ്രവേശിക്കുവാനും കംഫോർട്ടബിളായി യാത്ര ചെയ്യുവാനും എങ്ങനെ സാധിക്കും? ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കിക്ക് സ്റ്റാർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കോ-ഫൗണ്ടറായ ശ്രീകുർ സാറാണ്. I am one of the founders of Kickstart. As you can see, there are different kinds of modifications that are possible. The first one that I'm going to talk about is the third option ഈ സീറ്റ് ടേൺ ആയിട്ടും പിന്നെ താഴേക്ക് ഒരു സെറ്റ് ഓഫ് വീൽസും വരും. ഒന്നുമില്ല, ജസ്റ്റ് വെറുതെ നമുക്ക് വീൽ ചെയർ അകത്ത് കൊണ്ടുപോയാൽ മതി. പിന്നെ താഴെ റെസ്ട്രെയിൻസ് കാണും, വീൽ ചെയർ റെസ്ട്രെയിൻസ്, മറ്റേ സീറ്റ് ബെൽറ്റ്സ് നമുക്ക് ചെയ്തു തരും. പിന്നെ നമുക്ക് ഈവൻ ഇഫ് യു ആർ ഡിസേബിൾഡ് നിങ്ങൾക്ക് ലൈസൻസ് കിട്ടും. ഇറ്റ് ഈസ് എ സുപ്രീം കോർട്ട് മാൻഡേറ്റ് ആൻഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മാൻഡേറ്റ്. നിങ്ങൾക്ക് കീ ക്വസ്റ്റ്യൻ ഇസ് എൻ്റെ കംഫർട്ടിനും എൻ്റെ ബഡ്ജറ്റിനും വാട്ട് ഇസ് ദ കോമ്പിനേഷൻ, വാട്ട് ഇസ് ദ ബാലൻസ് ദാറ്റ് ഐ ക്യാൻ റീച്ച്. ദാറ്റ് ഇസ് വാട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ്. എൻ്റെ പേര് ലക്ഷ്മി. ഞാനൊരു SMA പേഷ്യന്റ് ആയ മൈൻഡ് മെമ്പർ ആണ്. കൊല്ലം സ്വദേശിയായ ഞാൻ മൈൻഡ് ഫാമിലിയിൽ വന്നിട്ട് 3 മാസമായി. സ്പൈനൽ മസ്കുലർ അൾട്രോഫി, മസ്കുലർ ഡിസ്ട്രോഫി ബാധിതരുടെ കൂട്ടായ്മയായ മൈൻഡ് അതിന്റെ 4ാം വാർഷികത്തിൽ എത്തി നിൽക്കുകയാണ്. ഒരിടത്തേക്ക് ഉയരാനുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ ഏവരും. റീസ്റ്റാർട്ട് വിത്ത് കിക്ക് സ്റ്റാർട്ട്. ഭിന്നശേഷിക്കാരായിട്ടുള്ളവർക്ക് വാഹനങ്ങൾ സ്വയം ഓടിക്കാൻ സാധിക്കുമോ? വീൽചെയർ ഉപയോഗിക്കുന്നവർക്ക് വീൽചെയറിൽ തന്നെ വാഹനത്തിൽ പ്രവേശിക്കുവാനും കംഫോർട്ടബിളായി യാത്ര ചെയ്യുവാനും എങ്ങനെ സാധിക്കും? ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കിക്ക് സ്റ്റാർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കോ-ഫൗണ്ടറായ ശ്രീകുർ സാറാണ്. US-ലെ തന്റെ കൺസൾട്ടിംഗ് മാനേജ്മെന്റ് ജോബ് ഉപേക്ഷിച്ചാണ് അദ്ദേഹം കിക്ക് സ്റ്റാർട്ടിന്റെ കോ-ഫൗണ്ടർ ആകുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വീൽചെയർ ആക്സസിബിൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയായ കിക്ക് സ്റ്റാർട്ട് 1 ലക്ഷത്തിലധികം സ്പെഷ്യൽ നീഡ് കസ്റ്റമേഴ്സിന് വാഹനങ്ങൾ മോഡിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2020 നാസ്കോം ഫൗണ്ടേഷന്റെ IA അവർ കരസ്ഥമാക്കിയ കമ്പനി കൂടിയാണ് കിക്ക് സ്റ്റാർട്ട്. മൈൻഡിന്റെ ക്ഷണം സ്വീകരിച്ച ആനുവൽ ഡേ ഇവന്റിന്റെ ഭാഗമാകാൻ നമ്മളോടൊപ്പം ചേർന്ന ശ്രീകുർ സാറിനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സാർ. അതോടൊപ്പം തന്നെ ഇന്റർപ്രറ്ററായ ജിൻസ് ചേച്ചിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ലക്ഷ്മി ഫോർ ദ ഇൻട്രൊഡക്ഷൻ. എനിക്ക് മലയാളത്തിൽ അത്ര നല്ലവണ്ണം സംസാരിക്കാൻ വരില്ല, ഞാൻ ട്രൈ ചെയ്യാം. നിങ്ങൾ ചിലപ്പം മോസ്റ്റ്ലി ഐ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഒരു ചെറിയ കറക്ഷൻ പറയാനുണ്ട് ലക്ഷ്മി. അതെന്താണ് പറയാൻ, ഞങ്ങൾ 1 ലക്ഷം ട്രിപ്സ് ചെയ്തിട്ടുണ്ട്, 1 ലക്ഷം മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ല. That's the only thing that I wanted to correct. But let's get started. Okay, so just to give you a little bit of a background, as Lakshmi said, I am one of the founders of Kickstart. Before I co-founded Kickstart, I did a lot of consulting jobs across the world. I worked in the US, New Zealand, and South Africa. Over 20 years of consulting experience. I left management consulting job and came to India, settled in Bangalore, and I started Kickstart along with Vidya, who happens to have more than 30 years experience in the disability domain. Now, with Kickstart, we have, we've won several awards. We are the first public transportation company to start wheelchair accessible transportation in India. As you can see, the many awards that we have got. Of course, this topic is not to talk about my awards, our awards, or anything like that, but we want to talk about what are the options that are available for people with disability in general to have their vehicles modified, both for a person who will be driving by themselves as well as somebody that will be just accessible so that they can use the vehicle. So first we will cover those areas where we are a lot more familiar with, which is the modified vehicles for people with disability. And then we will get into the self-drive part for people with disability. So as you can see, there are different kinds of modifications that are possible. The first one that I'm going to talk about is the ramp option, wherein you can see
a vehicle, in the back there is a ramp that's available, and through the ramp there is, the wheelchair can go inside. And in the best thing about this kind of an option is that it is a touch-free option, meaning somebody doesn't need to be physically touched to be or lifted and put inside a vehicle. They can just be wheeled directly inside. Now, the requirement for some such thing is that it requires a van, because it needs to be big enough to hold a complete wheelchair. And also, as you can see in this vehicle, there is a little bit of a height increase so that the head doesn't bump up, because typically in all the vehicles that are available in India, the head clearance is not enough. When you're sitting, especially when you're sitting in a wheelchair, the head clearance is not enough. That's why we have to increase the height. And specifically because we are a public transportation company, we need to accommodate for a lot of passengers with different kinds of varying requests, people with different heights, people with different kinds of wheelchair, and so on and so forth. That's the reason why we have modified as well. Now, the second kind of modification is a very, very simple one, wherein somebody with enough of a hand control can hop on from the wheelchair onto a turned out seat. In this, what happens is the co-passenger seat or even the driver's seat can be modified. There is a little bit of a plate that will be put in the bottom, and it will turn, and you can, as a wheelchair user with enough of a hand strength, can jump into the seat and turn back inside. So that is the second option that's available. This is one of the cheapest options available in terms of modification. We will come to the cost and all that when we are doing the question and answers, right? Now, the third kind of modification is in a vehicle wherein the seat turns out and it attaches itself to the wheels at the bottom, and the wheels can become independent. That itself becomes a wheelchair, right? Now, the cost of this thing is very, very high, but this is also an option. This is also an option. Do you have any questions? മലയാളത്തിൽ പറയാമോ എന്ന് ഓക്കെ, ചോദിക്കുന്നു. ഞാൻ ട്രൈ ചെയ്യാം. നോ പ്രോബ്ലം, ട്രൈ ചെയ്യാം. ഇത് ഈ തേർഡ് ഓപ്ഷനിൽ ഈ സീറ്റ് ടേൺ ആയിട്ട് പിന്നെ താഴേക്ക് ഒരു സെറ്റ് ഓഫ് വീൽസും വരും, ഒന്നിച്ച് വരും. പിന്നെ ഈ വരുന്ന OEM സീറ്റ് എന്ന് പറഞ്ഞാൽ കാറോട് വരുന്ന സീറ്റ് പൂർത്തി റിമൂവ് ചെയ്തിട്ട് പിന്നെ ഈ ടേൺ ഔട്ട് സീറ്റും അതിന്റെ താഴെ ഉള്ള ഫിക്സ്ചേഴ്സ്, അതായത് വീൽ ഫിക്സ്ചറും ഒന്നിച്ച് വരും. അത് ചേർന്നാണ് നമുക്ക് മേടിക്കേണ്ടത്. അത് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ താഴെയുള്ള വീൽസ് നമുക്ക് ആ ചെയറോട് അലൈൻ ചെയ്തിട്ട് പിന്നെ ഈ ചെയർ പുറത്തു വരും, പൂർത്തിയായിട്ട് പുറത്തു വരും. പിന്നെ പുറത്തു വന്ന ശേഷം അത് ഫുൾ വീൽ ചെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ഈ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇവിടെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് കാറിന്റെ തൊട്ടടുത്ത് വന്നിട്ടാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പക്ഷെ ഈ ഓപ്ഷനിൽ നമുക്ക് ഈ ചെയർ വീട്ടിന്റെ അകത്ത് കൊണ്ടുപോകാം. വീട്ടിന്റെ അകത്ത് കൊണ്ടുപോയിട്ട് അവിടെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ കംഫർട്ടിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഡിഫറൻസ്, ഓക്കെ, ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വൺ. പിന്നെ ഈ ആദ്യത്തില് ഇത് ടച്ച് ഫ്രീ ഓപ്ഷൻ ആണ്. ഇതിൽ നമുക്ക് ഒരു ഇറ്റ്സ് എ മോസ്റ്റ് ഡിഗ്നിഫൈഡ് ഓപ്ഷൻ അല്ലെ. നമുക്ക് ലിഫ്റ്റിംഗ് ഇല്ല, ഒന്നുമില്ല, ജസ്റ്റ് വെറുതെ നമുക്ക് വീൽ ചെയർ അകത്ത് കൊണ്ടുപോയാൽ മതി. പിന്നെ താഴെ റെസ്ട്രെയിൻസ് കാണും, വീൽ ചെയർ റെസ്ട്രെയിൻസ്, മറ്റേ സീറ്റ് ബെൽറ്റ്സ് നമുക്ക് ചെയ്തു തരും. പിന്നെ സീറ്റ് ബെൽറ്റ്സും പിന്നെ ഈ റെസ്ട്രെയിൻസും ഇട്ട് കഴിഞ്ഞാൽ ആ വീല് ഷേക്ക് ആകില്ല. ജസ്റ്റ് വി കൻ ജസ്റ്റ് കീപ് മൂവിങ്. അതാണ് ഇത് ഫോൾഡബിൾ റാമ്പ് ആണ് ഇവിടെ ഞങ്ങൾ കാണിച്ചിരിക്കുന്നത്. Now, these are the options that are available. ഇതാണ് നമുക്ക് ഓപ്ഷൻസ് അവൈലബിൾ ഇപ്പോൾ ഉള്ള സ്ഥിതിയിൽ. Now let's go to the fourth option. ഇത് ഞങ്ങളുടെ പുതിയ വെഹിക്കിൾ ആണ്. ഇത് എന്താണ് പറഞ്ഞാൽ ഞങ്ങൾ 6 years ആയിട്ട് ഞങ്ങൾ ഈ ട്രിപ്പ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വിചാരിച്ചാൽ ഇത് വളരെ നമ്മുടെ ഇപ്പോഴത്തെ സർവീസ് വളരെ എക്സ്പെൻസീവ് ആണ്. സോ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വെഹിക്കിൾ ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഞാൻ ഓൺ ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഒരു മിനിറ്റ്, ഐ വിൽ ജസ്റ്റ് ഷെയർ വിത്ത് യു ദ വീഡിയോ സോ ദാറ്റ് യു ഗെറ്റ് എൻ ഐഡിയ.
there is an estimated 27 million people with disabilities in India and only 100 accessible vehicles for them. We've been running Kickstart Cabs for the last 5 years, and we realize scalability is a huge issue, and that's because it's simply not viable because the cost of vehicles are very, very high. To address this viability issue, we have designed and developed a low-cost vehicle that will cater both to disabled as well as non-disabled passengers. The cost of the ride will be significantly lower than the average rides that we have today in the 100 vehicles that are applying in the market. Kickstart Gati is an electric vehicle. It can be charged anywhere with a 15 amp outlet, and for each charge it approximately gives between 80 and 100 kilometers, and the cost of operating this vehicle is less than 1 rupee from a driver's perspective. It also comes with safety features like seat belt as well as wheelchair restraints, and it is approved by the Karnataka government. Kickstart Gati is the solution to take from the current scenario of 100 vehicles to thousands of vehicles, and with our trained drivers we can affect the lives of millions of people positively, and this is the solution to make accessible transportation mainstream in India. Okay. So ഇത് ഞങ്ങളുടെ പുതിയ വണ്ടിയാണ്. ഇപ്പോൾ വെറുതെ ഞങ്ങൾ ജസ്റ്റ് ഇറ്റ്സ് ഇൻ എ പൈലറ്റ് ഫേസ്, പൈലറ്റ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നല്ലവണ്ണം വന്നു കഴിഞ്ഞാൽ ദെൻ ദിസ് വിൽ ഓൾസോ ബിക്കം ഇതും കുറച്ച് ലോ കോസ്റ്റ് ഓപ്ഷൻ, ഷെയർഡ് റൈഡ്സും ചെയ്യാൻ പറ്റും ഇതിൽ. അതാണ് ഞങ്ങളുടെ ദിസ് ഇസ് അവർ മോട്ടീവ്, ദാറ്റ് ഇസ് വാട്ട് വി ആർ പ്ലാൻ ടു ഡു. ഇപ്പോൾ ലെറ്റ്സ് ടോക്ക് എ ലിറ്റിൽ ബിറ്റ് അബൌട്ട് സെൽഫ് ഡ്രൈവിംഗ്. സെൽഫ് ഡ്രൈവിംഗ് ബിക്കോസ് മിക്ക പേർക്ക് തനിച്ച് ഞങ്ങൾ ഡ്രൈവിംഗ് പ്ലഷർ വേണം, ഇൻഡിപെൻഡൻസ് വേണം. അതുകൊണ്ടാണ് ഈ സെൽഫ് ഡ്രൈവിംഗ് ഓപ്ഷൻസ് ഗവൺമെന്റും അപ്രൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈവൻ ഇഫ് യു ആർ ഡിസേബിൾ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടും. ഇറ്റ് ഈസ് എ സുപ്രീം കോർട്ട് മാൻഡേറ്റ് ആൻഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മാൻഡേറ്റ്. നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഇഫ് യു ഹാവ് ദ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ മെഡിക്കലി ഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. മെഡിക്കലി ഫിറ്റിന് നമുക്കൊരു സർട്ടിഫിക്കറ്റ് വേണം, ആൻഡ് യു ഹാവ് ദ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അലോങ് വിത്ത് ഇറ്റ്, ആൻഡ് മെഡിക്കലി ഫിറ്റ് സർട്ടിഫിക്കറ്റ് ഡോക്ടറുടെ നിന്ന് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇങ്ങനത്തെ ഈ ഹാൻഡ് കൺട്രോൾ ഡിവൈസസ് നമുക്ക് ചെയ്തു തരാം നിങ്ങളുടെ ഓൺ വണ്ടിയിൽ. സോ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ആൻഡ് ആക്സിലറേറ്റർ കൺട്രോൾ ഓഫ് ദ ലെഫ്റ്റ് ഹാൻഡ്. ഓൾസോ on the bottom picture you see the clutch control, right? The red button out there allows you to control the clutch. ഇങ്ങനത്തെ നമുക്ക് ഇങ്ങനത്തെ കൺട്രോൾസ് നമുക്ക് ചെയ്തു തരാം. ചെയ്തു കഴിഞ്ഞാൽ ദെൻ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് അഡ്വാൻറ്റേജ് ഫോർ ദോസ് പീപ്പിൾ. ഇത് only for those people that is capable of driving. നിങ്ങൾക്ക് ഡ്രൈവിംഗ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ട്രെയിനിങ് എടുത്തിട്ട് ഫസ്റ്റ് ലേണേഴ്സ് ലൈസൻസ് എടുത്തിട്ട് പിന്നെ യു ക്യാൻ ഡു ദ ഡ്രൈവിംഗ്. ഓക്കെ, നിങ്ങൾക്ക് സെൽഫ് ഡ്രൈവിംഗ് വേണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വണ്ടിക്ക് കിറ്റ് ഉണ്ടോ എന്ന് ചോദിക്കണം. ആൻഡ് ദെൻ ഫസ്റ്റ് വാട്ട് ഈസ് ദ ബെസ്റ്റ് ഫിറ്റ് ഫോർ യുവർ വെഹിക്കിൾ, നിങ്ങളുടെ കോസ്റ്റ് ആൻഡ് നിങ്ങളുടെ പ്രിഫറൻസ്, എങ്ങനത്തെ വണ്ടി നമുക്ക് വേണം എന്ന് റിസർച്ച് ചെയ്തിട്ട് nowadays most of the vehicles have this kit that is available. In fact, if you are buying an automatic vehicle, if you are going to take it, adula even it's വളരെ എളുപ്പമാണ് ഇത് ചെയ്യുന്നത്. Then you need to get trained for the modification. First നമുക്ക് വണ്ടി നമുക്ക് ഡിസൈഡ് ചെയ്തിട്ട് പിന്നെ you need to get trained how to use it. Then you need an approved kit modifier. Then you need to buy a vehicle, and when you are buying the vehicle you can get the road tax exemption, and also you can avail the insurance discount also. Now when I hold on. Okay, so some of the questions that came up, ഇന്നലെ ഒരുപാട് questions വന്നിരുന്നു. അതിന്റെ ആൻസേഴ്സ് ഞാനിപ്പോൾ I'll just briefly explain what the issues are and what answers I can provide you. Hand control brakes, is it
possible to control the hand control, you just need to speak to the right kind of it can be calibrated according to you. And because there are different kinds of modification, where modifications suppliers where kits തരുന്നുണ്ട്. So okay, so adu namakku cheyan pattum. You can modify according to your particular preference, but generally these are standard approved kits. Adana ningal implement cheyunna. So that's something that you need to talk to the person who is supplying you the kit. That is one thing. Then second question was cost of seat turnout and the height modification. Is that available in Kerala? Okay. The cost, you can generally നിങ്ങൾ ഒരു 60,000 ആണ് ഇപ്പോൾ കിട്ടുന്നത് മാർക്കറ്റിൽ. കേരളത്തിലെ മാനുഫാക്ചറേഴ്സ് ഇല്ല ഈ മോഡിഫൈ, ദാറ്റ് ഇസ് ടു ഗിവ് യു ദ സീറ്റ് ടേൺ ഔട്ട്. കേരളത്തിൽ ഇല്ല. പക്ഷെ കേരളത്തിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വളരെ ഈസിയാണ്. ജസ്റ്റ് വി നീഡ് ടു ഗെറ്റ് ദ കിറ്റ് ആൻഡ് ദെൻ 4 screws and then you can just put it in. That's it. It's very നിങ്ങളുടെ വണ്ടിയുടെ മേക്കും മോഡൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രകാരം നമുക്ക് മാനുഫാക്ചർ ചെയ്തിട്ട് തരാം. അത് നിങ്ങൾ ലോക്കൽ മെക്കാനിക്ക് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്ത് തരും. അത് പ്രോബ്ലം ഇല്ല. Then easy steering option, is it possible? Because other question എന്താണ് പറഞ്ഞാൽ ഈ for muscular dystrophy patients who have very less strength, hand strength, lower hand strength ഉള്ളവർക്ക് എങ്ങനെ നമുക്ക് സ്റ്റിയറിംഗിന്റെ ഇന്ന് വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം വന്നു. അത് തൽക്കാലം അത് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചാൽ, ബിക്കോസ് യു ക്യാൻ ടെക്നിക്കലി ഇറ്റ് ഇസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ മാനുഫാക്ചർ ചെയ്ത് തരില്ല, ഡീലറും ചെയ്ത് തരില്ല. പക്ഷെ നിങ്ങൾ ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ഉണ്ടെങ്കിൽ നിങ്ങൾ you can adjust the voltage that is going to the steering controller. അത് instead of 14 volts അത് നമുക്ക് 18 volts ഓ 16 volts ആക്കി കഴിഞ്ഞാൽ ഇത് വളരെ സ്മൂത്ത് ആവും. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് ഇറ്റ് ഇസ് നോട്ട് സ്മാർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിഡന്റ് ചാൻസസ് ആർ വെരി ഹൈ. അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ you can't do it right now. It is not legally allowed to do that. Next question that came was, how can we modify vehicles for long distance travel? Long distance travel പ്രത്യേകമായിട്ട് നമുക്ക് മോഡിഫൈ ചെയ്യില്ല. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെഹിക്കിൾ നിങ്ങൾ എടുത്തോളൂ. ഇപ്പോൾ ഇഫ് യു വാണ്ട് ടു ഗെറ്റ് എ വെഹിക്കിൾ ഫോർ ലോങ് ഡിസ്റ്റൻസ്, കുറച്ച് വലിയ സൈസ് മഹീന്ദ്ര KEV 500 അങ്ങനത്തെ ബിഗ് വാൻസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംഫർട്ട് കൂടുതലായിട്ട് കിട്ടും. സോ ദാറ്റ് ഈസ് ദി ഓൺലി തിങ് ദാറ്റ് ഐ ക്യാൻ സജസ്റ്റ്. Modification itself is not meant for comfort, but the comfort of the vehicle is what you need to choose, the comfort of the base vehicle. Then last question that came was vehicle modification for wheelchair entry. Do ഫ്ലോറിംഗ് ചിലപ്പം ഫ്ലോറിംഗ് നമുക്ക് താഴ്ത്തുന്നുണ്ട് ചിലവർ. അത് ടോട്ടലി ഇറ്റ് ഇസ് ഡിപ്പെൻഡന്റ് ഓൺ ദ വെഹിക്കിൾ. സോ ചിലവർ ഇപ്പോൾ നിങ്ങൾ വാഗനാർ കണ്ടു കഴിഞ്ഞാൽ വാഗനാറിലെ താഴെ ചാസി കട്ട് ചെയ്തിട്ട് കുറച്ച് താഴെ ലോവർ ഫ്ലോറിംഗ് ചെയ്ത് തരും. പക്ഷേ എല്ലാ വണ്ടികളിലും അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അത് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് മേ ബി അഫക്റ്റിംഗ് ദി fuel tank and so on and so forth, right? So you need to decide what vehicle. Sometimes it is possible in some vehicle, sometimes it is not possible in certain vehicles. So other one day which vehicle you choose, it depends on that. So those are the sort of questions that came up. I am open to any other questions that you may have and take it forward from here. If you have any other questions beyond this, ningalku vera endengilum chodyam undengil you can also reach me at info@kickstartcabs.com. And I will try to answer any questions that you may get whenever I get it. Sir, can you suggest a best suitable vehicle?
best suitable vehicle self-driving ആണോ അല്ലെങ്കിൽ for modification for somebody else driving? ആരാ ഓട്ടുന്നത് ആരാണ്? See, it depends on the person who is going to drive the vehicle അല്ലേ? നമുക്ക് ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ലോട്ട്സ് പല ഫാക്ടേഴ്സ് ഉണ്ട്. ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ബഡ്ജറ്റ് ഉണ്ട് നമുക്ക്. ചിലർക്ക് നമുക്ക് നല്ല വില കൂടുതൽ വാങ്ങാൻ പറ്റും, ചിലർക്ക് അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കണ്ടീഷൻസ് എന്താണെന്ന് ചോദിച്ചിട്ട് നമുക്ക് ദാറ്റ്സ് വാട്ട് വിൽ ഡിസൈഡ് ദ ഫാക്ടർ. വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് ദ ബെസ്റ്റ് യു ക്യാൻ ഗെറ്റ് വിതിൻ യുവർ ബഡ്ജറ്റ്. മോഡിഫിക്കേഷന് ഏത് വെഹിക്കിൾ ആണ്? See, any vehicle you pick, own vehicle or vehicle to modify so that somebody else is going to drive. നിങ്ങൾ ഓടിച്ചാലും അല്ലെങ്കിൽ സെൽഫ് ഡ്രൈവിംഗ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഓടിച്ചാലും ദ കീ ക്വസ്റ്റ്യൻ ഇസ് എൻ്റെ കംഫർട്ടിനും എൻ്റെ ബഡ്ജറ്റിനും വാട്ട് ഇസ് ദ കോമ്പിനേഷൻ, വാട്ട് ഇസ് ദ ബാലൻസ് ദറ്റ് ഐ ക്യാൻ റീച്ച്. ദറ്റ് ഇസ് വാട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? ഞാൻ മോസ്റ്റ് കംഫർട്ടബിൾ വെഹിക്കിൾ എന്ന് പറയുമ്പോൾ മോസ്റ്റ് എക്സ്പെൻസീവ് ആയി കാണും, പക്ഷേ എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ? So that's what you need to see. What is it that I can afford, and within my budget, what is the best vehicle I can get? Self-driving ആണെങ്കിൽ about more than 60-70% of the vehicles can be modified, no problem at all. Modified for self-driving, there is no issue. ആ കിറ്റ് എല്ലാവരും ചെയ്തു തരുന്നുണ്ട്. പക്ഷേ ബേസ് വെഹിക്കിൾ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ പറ്റും. Okay, so വേറെ എന്തെങ്കിലും ഡൗട്ട്സ്? Okay, let me see what else is question. ഞാൻ ഇവിടെ okay, ഒരു മിനിറ്റ്. ഡൗട്ട്സ് ഉള്ളവർ ചാറ്റ് ബോക്സിൽ ഉണ്ടെന്നാണ്. ചാറ്റിൽ ചെയ്യണ്ട. ഓക്കെ, ഇക്കോ കാറിന്റെ മുകൾ ഹൈറ്റ് കൂട്ടാൻ പാടില്ലേ? ഓക്കെ, ഇക്കോ കാർ സി നിയമം എന്താന്ന് വിചാരിച്ചാൽ നമുക്ക് ഏത് കാറിലും ഹൈറ്റ് കൂട്ടുന്നത് ഇറ്റ് ഈസ് എ പ്രോബ്ലം. ഞങ്ങളുടെ വെഹിക്കിൾക്ക് ഈ സൂപ്രോ എന്ന വണ്ടിക്ക് ഞങ്ങൾ ഹൈറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഗവൺമെന്റ് അപ്രൂവൽ എടുത്തിട്ടാണ് ഞങ്ങൾ അത് ചെയ്തത്. ഓക്കെ, സോ ഇക്കോ കാർ നിങ്ങൾ പേഴ്സണൽ യൂസ് ആകുമ്പോൾ നിങ്ങൾ ചെയ്തോളാം, ദറ്റ്സ് ഓക്കെ. ദെൻ യു ക്യാൻ രജിസ്റ്റർ ഇറ്റ് ഫസ്റ്റ് ആൻഡ് ദെൻ യു ക്യാൻ മോഡിഫൈ ഇറ്റ്. പക്ഷേ ബിക്കോസ് പേഴ്സണൽ വെഹിക്കിൾസ് വൺസ് ഇൻ 10 years ആണ് നിങ്ങൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പോകുന്നത്. സോ അതുകൊണ്ടാണ് എല്ലാവരും ഫസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ടെക്നിക്കലി ഇറ്റ് ഈസ് പോസിബിൾ, ലീഗലി ബൈ അക്കോർഡിംഗ് ടു മോട്ടോർ വെഹിക്കിൾ ആക്ട് ഇതുവരെ അങ്ങനെ ഹൈറ്റ് ഇൻക്രീസിൻ്റെ പുതിയ റൂൾസ് ഇന്നും വന്നില്ല. Okay, you can in fact look at AIS 169 and you will see ഇപ്പോൾ തന്നെ just now government is discussing, ഇപ്പോൾ തന്നെ ഗവൺമെന്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പുതിയ ഡ്രാഫ്റ്റ് MORTH റൂൾസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. യു ക്യാൻ സി AIS 169 പുതിയ സ്റ്റാൻഡേർഡ്സ് വരുന്നുണ്ട്. പക്ഷെ അത് ഇന്നും അവർ തീർച്ചയായിട്ട് ഒരു ഫുൾ ഡിക്ലറേഷൻ, ഫുൾ ഫൈനലൈസ്ഡ് ഇത് വന്നില്ല ഇതുവരെ. But you can modify an eco car if it is for a personal use, not for public transportation use. Okay, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടോ? അനിൽ ചോദിക്കേണ്ടത് മോഡിഫിക്കേഷൻ ഫോർ വീൽ ചെയർ ആക്സസിബിലിറ്റി. Hold on. First, let me see modification for wheelchair access. മോഡിഫിക്കേഷൻ ഫോർ വീൽ ചെയർ ആക്സസിബിലിറ്റി ചെയ്യാനില്ല, അതൊരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ വണ്ടി കറക്റ്റായിട്ട് വണ്ടി ചൂസ് ചെയ്യണം. ഇഫ് ഇറ്റ് ഇസ് എ വാൻ യു ക്യാൻ മോഡിഫൈ, ഇഫ് ഇറ്റ്സ് എ കാർ യു ക്യാൻ നോട്ട് മോഡിഫൈ ഫോർ വീൽ ചെയർ ആക്സസിബിലിറ്റി. ഇറ്റ് നീഡ്സ് ടു ഹാവ് എ സർട്ടൺ ഇന്റീരിയർ റൂം, ഇന്റീരിയർ ഹെഡ് സ്പേസ് വേണ്ടല്ലേ നമുക്ക്. അതിന് കാറിൽ മോഡിഫൈ ചെയ്യുന്നത് വളരെ കഷ്ടമാണ്. കാറിന് പറയുമ്പോൾ സെഡാനിൽ മോഡിഫൈ ചെയ്യുന്നത് വളരെ കഷ്ടമാണ്. നോട്ട് വളരെ കഷ്ടം, ഇറ്റ്സ് ഇമ്പോസിബിൾ. But van you can modify, it's not a problem. Can you change Scorpio automatic accelerator left leg without changing original condition? Can you change Scorpio automatic
accelerator, left leg. See, I mean, there are kits available for every car. So you can, if you want to change, so you want the accelerator on the left leg. Is that a question, John? Adana ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളുടെ question. Okay. So basically, see, hand control is available. Is it possible to switch? Meaning, you, John, നിങ്ങൾ ലെഫ്റ്റ് ലെഗിൽ ആക്സിലറേറ്റർ വെച്ചിട്ട് അങ്ങനെ തന്നെ നിങ്ങൾ ചോദിക്കുന്നല്ലേ? So that I think that should be possible. I have not seen one. ഞാൻ ഇതുവരെ കണ്ടില്ല. This is a unique requirement. ഞാൻ ഇതുവരെ കണ്ടില്ല. പക്ഷേ if you talk to the kit modifier, they may be able to switch it. They may be able to switch. I don't see it as a problem. They may be able to switch it. I have not seen it. ഞാൻ ഇതുവരെ കണ്ടില്ല. Then suitable budget within 10K, 10 lakh. Okay, Sam, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഞാൻ എൻ്റെ ഇമെയിൽ ID അയക്കാം. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടെ ഉണ്ട്. You send me an email and then we will talk. No problem. താങ്ക് യു സാർ. എനിക്കൊന്നും എല്ലാവരുടെയും ഡൗട്ട് ഉൾപ്പെടുത്തിയാണ് സാർ സെഷൻ എടുത്തതെന്ന്. ബാക്കിയുള്ള ഡൗട്ട്സ് ഒക്കെ സാർ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്ത് സാറിന് ഇൻഫോം പറയുന്നതായിരിക്കും. എന്തായാലും ഇത്രയും തിരക്കിനിടയിലും ഞങ്ങളുടെ മൈൻഡ് ആനുവൽ ഡേ ഇവന്റിൽ വന്ന് ഇത്രയും വിലപ്പെട്ട അറിവുകൾ ഞങ്ങളോട് പങ്കുവച്ചതിന് മൈൻഡിന്റെ പേരിലും എന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്റർപ്രറ്ററായ ജിൻസി ചേച്ചിക്കും എന്റെ നന്ദി. Thank you, Lakshmi. Thank you, Jinsi. വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ please send me an email. തീർച്ചയായും I'll give you a response. No problem. Okay, sir. Thank you. Okay. Thank you. Bye.